ചുങ്കത് ജ്വല്ലറി ലൈറ്റ് വെയ്റ്റ് ഗോൾഡിന്റെ ഏറ്റവും പുതിയ കളക്ഷൻ. ഇന്നത്തെ ഈ ദിവസം ഈ നടനോടൊപ്പം ഉണ്ടാകണമെന്നുള്ളത് ഞങ്ങളുടെ ഒരു ആഗ്രഹമായിരുന്നു. ഇപ്പം കോഴിക്കോടാണുള്ളത്. വരിക വിശേഷങ്ങൾ അറിയാം. എനിക്ക് തോന്നുന്നു മലയാള സിനിമയിലെ ആദ്യത്തെ ഒരു പ്രൊഫഷണൽ ബോഡി ബിൽഡറാണ്. വെറും ബോഡി ബിൽഡറല്ല, കേരള പോലീസുണ്ടായിരുന്നു. മലയാള സിനിമയിലെ അറിയപ്പെടുന്ന നടനാണ് അബു സലീം. ചേട്ടാ നമസ്കാരം. നമസ്കാരം. വൈറ്റമിൻ ഡിയുടെയും ഈസ്ട്രോജന്റെയും കുറവാണ് മിക്ക ലേഡീസിന്റെയും ഹെയർ പ്രോബ്ലംസിന് പ്രധാന കാരണം. സ്ത്രീകളുടെ മുടി വളർച്ചയ്ക്കും ശക്തിക്കും അത്യാവശ്യമായ വൈറ്റമിൻ ഡിയാലും ഹെർബൽ ഈസ്ട്രോജനാലും സമ്പുഷ്ടമായ ആദ്യത്തെ ഹെയർ എലിക്സിർ അമൃത്വേണി ഹെയർ എലിക്സിർ ഫോർ വിമൻ. എനിക്ക് തോന്നുന്നു ഇന്നലെ എറണാകുളത്ത് നിന്ന് ലൈറ്റ് നൈറ്റാണ് ഷൂട്ടിംഗ് കഴിഞ്ഞിട്ട് വന്നത്. രാവിലെ ഈ കോഴിക്കോട്ടിലെ ഇവിടെയാണോ സ്ഥിരമായിട്ട് ഇവിടെ വന്നു കഴിഞ്ഞാൽ? ഞാൻ കോഴിക്കോട് വന്നു കഴിഞ്ഞാൽ കോഴിക്കോട് ഈ ജിംനേഷ്യത്തിലാണ്, O2 ജിംനേഷ്യത്തിലാണ് പ്രാക്ടീസ് ചെയ്യാറ്. എൻ്റെ എന്താ പറയേണ്ടത്, ആദ്യകാല ശിക്ഷ എന്നൊക്കെ തന്നെ പറയാം. ഗിരീഷ് നടത്തുന്ന ജിമ്മാണിത്. അപ്പം ഇവിടെയാണ് ഞാൻ വർക്കൗട്ട് ചെയ്യൽ. എൻ്റെ മകനും വന്നിട്ട് ഇവിടെ കോഴിക്കോട് വരുന്ന സമയത്ത് വർക്കൗട്ട് ചെയ്യുന്നത് ഇവിടെയാണ്. ഞാൻ ഏത് സ്ഥലത്ത് പോയി കഴിഞ്ഞാലും, ഷൂട്ടിങ്ങിന് പോയി കഴിഞ്ഞാലും, ലൊക്കേഷനിലൊക്കെ നമ്മൾ അവിടെ താമസിക്കുന്ന സമയത്ത് മിക്ക ഹോട്ടലുകളിലും ഇപ്പം ലൈറ്റായിട്ടുള്ള ഹെൽത്ത് ക്ലബ്ബും കാര്യമൊക്കെ ഉണ്ട്. പക്ഷെ എന്നിരുന്നാലും കേരളത്തിൽ എവിടെ പോയി കഴിഞ്ഞാലും അതാത് സ്ഥലത്തുള്ള ജിംനേഷ്യങ്ങളിൽ ഞാൻ പോകും, അവരുടെ കൂടെ വർക്കൗട്ട് ചെയ്യും. എന്നും അവർക്കൊരു മോട്ടിവേഷൻ ആയിക്കൊണ്ട് തന്നെ ബോഡി ബിൽഡിങ്ങിനെ പ്രൊമോട്ട് ചെയ്തുകൊണ്ട് അതിനെ കുറേ നമുക്കറിയുന്ന കാര്യങ്ങളൊക്കെ അഡ്വൈസ് ചെയ്തും നമ്മൾ പ്രവർത്തിക്കാറുണ്ട്. മാമുവായിട്ട് പറഞ്ഞത് മലയാള സിനിമയിലെ ആദ്യത്തെ ഒരു പ്രൊഫഷണൽ ബോഡി ബിൽഡർ എന്ന് ഞാൻ വെറുതെ പറഞ്ഞല്ല, കുറച്ച് രേഖകളൊക്കെ നോക്കി, കുറച്ച് കാര്യങ്ങളൊക്കെ നോക്കിയപ്പോൾ അത് കറക്റ്റാണെന്നാണ് തോന്നുന്നത്. അങ്ങനെ തന്നെയാണോ ചേട്ടൻ തോന്നിയിട്ടുള്ളത്? അതെ അതെ അതെ. ആദ്യത്തെ ഒരു ബോഡി ബിൽഡർ എന്നല്ല, 1982, 83, 84 അല്ലേ നമ്മുടെ മിസ്റ്റർ കേരള, മിസ്റ്റർ സൗത്ത് ഇന്ത്യ, മിസ്റ്റർ ഇന്ത്യ, അങ്ങനെ ഒരു നേട്ടങ്ങളുടെ ഒരു വലിയ പട്ടികയുള്ള ആളാണ്. എങ്ങനെയായിരുന്നു ശരിക്കും ഈ ബോഡി ബിൽഡിങ്ങിലേക്ക് വരണമെന്നുള്ളത് ഒരു ആഗ്രഹമായിരുന്നു? അതായത് പണ്ടൊക്കെ സിനിമ കാണൽ അന്നും ചെറുപ്പത്തിലും വളരെ ചെറുപ്പത്തിലും എന്താ പറയുക, ഒളിച്ചുപോയി സിനിമ കാണുന്ന പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു, ക്ലാസ് കട്ട് ചെയ്തിട്ടൊക്കെ. അപ്പോൾ അന്നത്തെ കാലത്ത് സിനിമ കാണുന്നത് വലിയൊരു തെറ്റായിട്ട് കാണുന്നൊരു കാലഘട്ടമായിരുന്നു. പക്ഷേ എന്നിരുന്നാലും നമ്മൾ സിനിമ കാണാൻ പോകും. ഫിലിം തുടങ്ങുന്നതിന് മുമ്പ് ഇന്ത്യൻ ന്യൂസ് റിവ്യൂ എന്ന് പറഞ്ഞിട്ടൊരു 2 റീലോ ഒരു നാഷണലൈസ് തലത്തിലുള്ള കംപ്ലീറ്റ് ന്യൂസുകൾ അത് അതിൻ്റെ എന്താ പറയണ്ടത് വീഡിയോ സഹിതം അത് പ്രദർശിപ്പിക്കും. അപ്പോൾ നമുക്ക് രാജ്യത്ത് നടക്കുന്ന കാര്യങ്ങൾ അറിയാനുള്ള ഒരു മാധ്യമം കൂടിയാണത്. അങ്ങനെ അതിൽ ഒരു സർവീസസിൻ്റെ ബോഡി ബിൽഡേഴ്സിൻ്റെ ഒരു മത്സരം കണ്ടു, ആംഡ് ഫോഴ്സിലെ മിസ്റ്റർ സർവീസസ് മത്സരം. അപ്പോൾ അത് ബോഡി ബിൽഡിങ് ഇങ്ങനെ പോസിങ്ങും കാര്യം, അപ്പം മസിലൊക്കെ കാണുമ്പോൾ നമുക്ക് എന്തുകൊണ്ട് നമുക്ക് അങ്ങനെ ആകാൻ പറ്റൂല എന്നുള്ളൊരു തോന്നൽ ഇങ്ങനെ വന്നിരുന്നു. അതുപോലെ തന്നെ പവർ മാൾട്ട് എന്ന് പറഞ്ഞ ഒരു ഇതിൻ്റെ പരസ്യമുണ്ട്. അതിലൊരു ബോഡി ബിൽഡർ ഇങ്ങനെ ഒരു ഫോറിനർ നിൽക്കുന്ന ഒരു ഫോട്ടോ. അപ്പോൾ അതിലൊക്കെ നമുക്ക് ചെറുപ്പം മുതൽ നമുക്ക് എന്താ പറയുക, ആരോഗ്യ പരിപാലനത്തിനും മറ്റും വളരെ താല്പര്യമുള്ള കൂടുതലായിരുന്നു. കുറേ സ്പോർട്സ് മേഖലയിൽ ഓട്ടം ചാട്ടം അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യും. പിന്നെ കുറച്ച് കളരി പഠിച്ചിരുന്നു. അപ്പം അതെല്ലാം കഴിഞ്ഞ് ഈ ബോഡി ബിൽഡിങ്ങിലേക്ക് വരാനുള്ള ശരിയായ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എൻ്റെ വീടിൻ്റെ അടുത്ത് ഒരു എസ്റ്റേറ്റ് ഉണ്ട്, ഒരു എലസ്റ്റൺ എസ്റ്റേറ്റ് എന്നുണ്ട്. അവിടെ ഒരു സൂപ്പർവൈസർ വേണു, അദ്ദേഹത്തിൻ്റെ അളിയൻ, അദ്ദേഹം കല്യാണം കഴിച്ച് കൊല്ലത്താണ്. അദ്ദേഹത്തിൻ്റെ അളിയൻ കൊല്ലത്ത് നിന്ന് പത്മകുമാർ. അദ്ദേഹം ആ സമയത്ത് കൊല്ലം SM കോളേജിൽ പഠിക്കുകയാണ്. പുള്ളി ഒരു വെയിറ്റ് ലിഫ്റ്റ് ആയിരുന്നു SM കോളേജിൽ. അങ്ങനെ ഇവിടെ വന്ന് എന്നെ പരിചയപ്പെട്ട് കുറച്ച് കഴിഞ്ഞ് പറഞ്ഞു, സലീം നിൻ്റെ ഫിസിക്ക് നല്ല പ്രൊപ്പോർഷനേറ്റ് ബിൽഡാണ്, നോർമലി നാച്ചുറലായിട്ട് നിങ്ങൾക്ക് ആ ഒരു ബിൽറ്റുണ്ട്, അപ്പോൾ നിങ്ങൾ വർക്കൗട്ടൊക്കെ ചെയ്താൽ നന്നാവുമെന്ന് പറഞ്ഞു. അങ്ങനെ ആദ്യമായിട്ട് ഈ
ഫിസിക്കൽ ഫിറ്റ്നസ്സിനുള്ള എക്സസൈസിലേക്ക് കിടക്കുന്നത് അദ്ദേഹം മുഖാന്തരമാണ്. ആദ്യമായിട്ട് ചെയ്ത് പറഞ്ഞാൽ ഇഷ്ടിക കൈ വെച്ചിട്ട് പുഷപ്പ് ചെയ്ത്, അതുപോലെ ഈ എസ്റ്റേറ്റ് പാടികളിൽ വെള്ളം അടിക്കുന്ന പൈപ്പുകൾ പഴയ ഒഴിവാക്കിയ പൈപ്പ് എടുത്ത് അരകല്ല് സംഘടിപ്പിച്ച് 2 അരകല്ല് 2 സൈഡിലിട്ടിട്ട് ബെഞ്ച് പ്രസ് സ്ക്വാട്ടൊക്കെ അതിൻ്റെ മുകളിൽ കിടന്നിട്ട് ബെഞ്ചിന് പകരം അങ്ങനെ തുടങ്ങിയ വർക്കൗട്ട്. അത് കഴിഞ്ഞ് 79-ലാണ് ഞാൻ പോലീസ് ചേരുന്നത്, മലബാർ സ്പെഷ്യൽ പോലീസിൽ. അതായത് കേരളത്തിലെ എംപ്ലോയ്മെൻറ്റിലെ ലാസ്റ്റ് ബാച്ചാണ്. 135 ആൾക്കാർ ഞങ്ങൾ മലബാർ സ്പെഷ്യൽ പോലീസിൽ ജോയിൻ ചെയ്തു. അവിടെ ട്രെയിനിങ് പൂർത്തിയാക്കി 80-ൽ പിന്നെ ട്രെയിനിങ് കഴിഞ്ഞ് പോസ്റ്റിങ് തലശ്ശേരിയിലാണ്. ഇന്ന് തലശ്ശേരിയൊക്കെ വലിയ പ്രശ്നങ്ങൾ നടക്കുന്ന ഒരു കാലഘട്ടമായിരുന്നു. തലശ്ശേരി ചെന്നപ്പോൾ തലശ്ശേരിയിലെ സർക്കസ് കളരി എന്ന് പറഞ്ഞൊരു ജിമ്മുണ്ട്. അത് സർക്കസുകാരൊക്കെ പ്രാക്ടീസ് ചെയ്യുന്ന, സർക്കസിൻ്റെ ഉറവിടം അവിടെയാണ്, തലശ്ശേരിയിലാണ്. പല വലിയ ഒരുപാട് സർക്കസുകളുടെ ഉടമസ്ഥർ തലശ്ശേരിയിലാണ്. പല ബാറിൽ കളിക്കുന്ന പ്ലേയേഴ്സും ഒക്കെ തലശ്ശേരിക്കാരായിരുന്നു. ആ തലശ്ശേരി ജിമ്മിൽ പോയിട്ടാണ് ഞാൻ ആദ്യമായിട്ടൊരു ജിമ്മിൽ കയറി കളിക്കുന്നത്. അത് കഴിഞ്ഞ് പിന്നെ പോലീസിൻ്റെ വെഹിക്കിളൊക്കെ നന്നാക്കുന്നൊരു വർക്ക്ഷോപ്പുണ്ട്, സുജാത ഓട്ടോമൊബൈൽസ് എന്ന് പറഞ്ഞിട്ട്. അതിൻ്റെ ഓണർ പവിത്രൻ എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തെ പരിചയപ്പെട്ടു. അദ്ദേഹം മിസ്റ്റർ കേരള റണ്ണറപ്പൊക്കെ ആയ ആളാണ്. അദ്ദേഹത്തിൻ്റെ അനിയൻ ജയരാജ്, അവൻ മിസ്റ്റർ തലശ്ശേരിയൊക്കെ അടിച്ചു വെക്കുന്ന ഒരു കാലഘട്ടമാണ്. അങ്ങനെ അവരുമായിട്ടുള്ള സൗഹൃദം ഉണ്ടായി. അവരിലൂടെ അവരെ വീട്ടിൽ പോയിട്ട് അവിടെ ജിമ്മുണ്ട്, പുറത്ത് അല്ലാതെ ഒരു എവർഷ്യൻ ജിം എന്ന് പറഞ്ഞൊരു ജിം, അവിടെയും പ്രാക്ടീസ് ചെയ്തുകൊണ്ട് ഞാൻ 81-ലെ മത്സരത്തിന്, അന്ന് മിസ്റ്റർ കോഴിക്കോട് മത്സരത്തിന് ഇവിടെ പങ്കെടുത്തത്. കോഴിക്കോട് ഫസ്റ്റ് മത്സരത്തിൽ തന്നെ അന്ന് വെയിറ്റ് കാറ്റഗറി അല്ല, ഹൈറ്റ് കാറ്റഗറിയാണ്. ഷോർട്ട് മാൻ, മിഡിൽ മാൻ, ടോൾ മാൻ, ഈ 3 ഗ്രൂപ്പിലായിട്ട്. അതിൽ ഞാൻ മിഡിലാണ് വന്നിരുന്നത്. പിന്നെ അതിൽ ഫസ്റ്റ് വന്ന ആൾക്കാർ തമ്മിൽ 3 ആൾക്കാരും കോമ്പറ്റ് ചെയ്തിട്ടാണ് ടൈറ്റിൽ കിട്ടുക. ആ 81-ൽ അത് മിസ്റ്റർ കോഴിക്കോട് കിട്ടി. അത് കഴിഞ്ഞ് 82-ൽ മിസ്റ്റർ കേരള ഫസ്റ്റ് പ്രൈസ് വന്നു. അത് കഴിഞ്ഞ് 83-ൽ മിസ്റ്റർ സൗത്ത് ഇന്ത്യ, 84-ൽ മിസ്റ്റർ ഇന്ത്യ, പിന്നെ 86, 87 വീണ്ടും മിസ്റ്റർ സൗത്ത് ഇന്ത്യ കിട്ടി. 92-ൽ തൃശ്ശൂർ നടന്ന മത്സരത്തിൽ ഇൻ്റർ സ്റ്റേറ്റ് ചാമ്പ്യൻഷിപ്പിൽ ഫസ്റ്റ് കിട്ടി. അതിൽ ആ വർഷം എനിക്ക് ഇന്ത്യൻ ടീമിൽ സെലക്ഷൻ കിട്ടി. ഞാൻ മിസ്റ്റർ ഏഷ്യ മത്സരത്തിന് ഇന്തോനേഷ്യയിലെ ജക്കാർത്തയിലെ യോഗ്യകാർത്തയിൽ പോയി മത്സരത്തിൽ പങ്കെടുത്തു, പാർട്ടിസിപ്പേറ്റ് ചെയ്തു, തിരിച്ചു വന്നു. അതിനുശേഷം പിന്നെ മത്സരരംഗം വിട്ടു. പിന്നെ ബോഡി ബിൽഡിങ്ങിൻ്റെ പ്രൊമോഷനായിട്ട് ഞാൻ പിന്നെ ബോഡി ബിൽഡിംഗ് അസോസിയേഷൻ്റെ സംസ്ഥാന പ്രസിഡൻ്റായി 8 വർഷം നിന്ന്. പിന്നെ നാഷണൽ ജഡ്ജായി, IBF-ൻ്റെ ജഡ്ജായിരുന്നു. അപ്പം ഇപ്പോഴും മേഖലയിൽ സപ്പോർട്ടിങ് കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ അതിനുള്ള എല്ലാവർക്കും അതിനുള്ളൊരു പ്രോത്സാഹനവും അതുപോലെ തന്നെ നമ്മളെ അറിയുന്ന അഡ്വൈസുകളും കാര്യങ്ങളൊക്കെ നമ്മൾ കൊടുക്കാറുണ്ട്. ബോഡി ബിൽഡിങ് ഫിറ്റ്നസ് നമ്മൾ നിലനിർത്തുക എന്ന് പറഞ്ഞാൽ വളരെ അത്യാവശ്യമാണ്. പിന്നെ ഈ മരുന്നുകളൊക്കെ ഉപയോഗിച്ചിട്ടുള്ള ബോഡി ബിൽഡിങ് എനിക്ക് തീരെ താല്പര്യമില്ലാത്തതാണ്. ഞാനതിന് അഡ്വൈസ് ചെയ്യാറുമില്ല, എതിരുമാണ്. നാച്ചുറലായിട്ട് നമ്മൾ ബിൽഡ് ചെയ്ത് നമ്മളെ ഫിറ്റ്നസ് മെയിൻറ്റെയിൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എക്കാലത്തും അതുപോലെ നിലനിർത്തിക്കൊണ്ടേ പറ്റും. കാരണം നമ്മുടെ സ്വന്തം അനുഭവത്തിൽ നമുക്ക് അറിയുന്ന കാര്യങ്ങളാണ്. നമ്മൾ കൂടെ ആ സമയത്ത് പ്രാക്ടീസ് ചെയ്തിരുന്ന ചില ആൾക്കാരൊക്കെ ഇങ്ങനെ ഉപയോഗിച്ച് വന്ന് അതിനൊക്കെയുള്ള പാർശ്വഫലങ്ങളൊക്കെ അവർ അനുഭവിക്കുകയും ചെയ്തു. നമുക്കിപ്പോഴും അത് വർക്കൗട്ട് ചെയ്യാൻ പറ്റുന്നത് ഇപ്പോൾ ഈ പ്രായത്തിലും നമുക്ക് സുഖമായിട്ട് വർക്കൗട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. അതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ ഇതാണ്, നമ്മൾ ഒരു ടൈം കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിനെ മനസ്സിലാക്കിക്കൊണ്ട്, അല്ലെങ്കിൽ ശരീരത്തിന് എത്ര കപ്പാസിറ്റി ഉണ്ട്, നമ്മളിപ്പോൾ മസിലുകൾക്കൊക്കെ ശക്തിയും പവറും ഉണ്ടെങ്കിലും ഇൻറ്റേർണൽ പാർട്സിനൊക്കെ അതിൻ്റേതായിട്ടുള്ള ഒരു കപ്പാസിറ്റി ഉണ്ട്. അതിനനുസരിച്ചുള്ള ലോഡ് കൊടുത്തു കഴിഞ്ഞാൽ അത് ദോഷമായിട്ട് വഹിക്കും, ഗുണത്തേക്കാളേറെ ദോഷമായി വഹിക്കും. പിന്നെ ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു വർക്കൗട്ടിന് നമ്മൾ രാവിലെ പോകുമ്പോൾ നമ്മൾ ആ വർക്കൗട്ട് ചെയ്യാൻ ഫിറ്റാണോ നമ്മുടെ ശരീരം എന്നുള്ളത് നമ്മൾ ആദ്യം സ്വയം വിലയിരുത്തിയിട്ട് മാത്രമേ പ്രാക്ടീസ് ചെയ്യാൻ പാടുള്ളൂ. പല ആൾക്കാർ ഇപ്പോൾ ഈ അടുത്ത കാലത്തൊക്കെ ആയിട്ട് നിങ്ങൾ ധാരാളം കേട്ടിട്ടുണ്ടാവും, പലരും പിന്നെ കാർഡിയാക് അറസ്റ്റ് വന്ന് പിന്നെ വർക്കൗട്ട് ചെയ്യുന്ന സമയത്ത് അത് ജിമ്മിൽ പോയതുകൊണ്ടാണെന്ന് പറയും. പക്ഷേ ജിമ്മിൽ പോയതുകൊണ്ടല്ല, അത് അവൻ്റെ ബോഡിയുടെ കണ്ടീഷൻ ആ നിലക്ക് നിൽക്കുമ്പോൾ അവൻ വർക്കൗട്ട് ചെയ്തപ്പോൾ അത് പെട്ടെന്ന് ആയി എന്ന് മാത്രം. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ശരീരത്തിന് ചെയ്യാൻ പറ്റില്ല എന്ന് തോന്നിക്കഴിഞ്ഞാൽ ഒരു കാരണവശാലും ചെയ്യാൻ പാടില്ല. അത് ചെയ്തു കഴിഞ്ഞാൽ ഗുണത്തേക്കാളേറെ ദോഷമേ വരികയുള്ളൂ. വലിയൊരു മെസ്സേജാണ് ശരിക്കും പറഞ്ഞാൽ. അതെല്ലാവരും അതാണ്. പിന്നെ വർക്കൗട്ട് ചെയ്യുന്ന കാര്യത്തിൽ എല്ലാവരും മടിയന്മാരാണ്. സമയം കിട്ടൂല, അല്ലെങ്കിൽ ചെയ്തു കഴിഞ്ഞാൽ പിന്നെ കണ്ടിന്യൂ ചെയ്തില്ലെങ്കിൽ ദോഷമാവും, അങ്ങനെയൊക്കെ കുറേ തെറ്റിദ്ധാരണകളും പറ്റാത്ത ആൾക്കാർ പലതും പറഞ്ഞുണ്ടാക്കുന്നതാണ്.
പക്ഷേ ശരിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നമ്മൾ ശരീരത്തിന് വർക്കൗട്ട് ചെയ്യാനും ഫിറ്റ്നസ് നിലനിർത്തണം എന്നുള്ളൊരു ആവശ്യം വന്നു കഴിഞ്ഞാൽ നാളെ എന്ന് വിചാരിക്കാതെ ഇന്ന് തന്നെ പോയിട്ട് സ്റ്റാർട്ട് ചെയ്യും. അത് ഏത് സമയത്തായിക്കോട്ടെ, നമ്മൾ വയറിലധികം ആഹാരം കഴിക്കാതെ നമ്മൾ ആവശ്യത്തിനുള്ള ജ്യൂസോ എന്തെങ്കിലും കഴിച്ചിട്ടൊക്കെ നമ്മൾ വർക്കൗട്ട് ചെയ്യുക, ഏത് സമയത്ത് വേണമെങ്കിലും ചെയ്യാം. ഒരു 1 hour ഇതിനു വേണ്ടി ചിലവഴിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ശരീരം നല്ല ആരോഗ്യപരമായി നിർത്താൻ പറ്റും. ആ ശരീരം ഉണ്ടെങ്കിൽ ബാക്കി എല്ലാം ചെയ്യാൻ പറ്റുള്ളൂ. ആ ശരീരം നമുക്ക് ആവശ്യമുള്ള ഭക്ഷണം കഴിക്കാൻ പറ്റും. എല്ലാ എന്താ പറയണ്ടേ, ജീവിതശൈലി രോഗങ്ങളായ പ്രഷർ, ഷുഗർ, കൊളസ്ട്രോള് ഇങ്ങനെയുള്ളതൊക്കെ വരാനുള്ളത് ചിലപ്പോൾ വരും, എന്തായാലും വരുന്നേക്കാം. വന്നു കഴിഞ്ഞാലും അത് ബാലൻസ് ചെയ്യുവാനും നമുക്ക് മാന്യമായിട്ടുള്ള രൂപത്തിൽ ആഹാരങ്ങൾ കഴിക്കാനും എല്ലാത്തിനുള്ള സാഹചര്യം ഈ വ്യായാമത്തിലൂടെ നമുക്ക് ഉണ്ടാകാൻ പറ്റും. എനിക്കൊന്ന് റെഗുലറായിട്ട് ചെയ്യുന്നുണ്ടല്ലേ? എല്ലാ ദിവസവും ചെയ്യുന്നു. എല്ലാ ദിവസവും നമ്മൾ ഞാൻ പറഞ്ഞില്ല, ഇപ്പോൾ ഉറക്കമൊഴിഞ്ഞ് ഇപ്പോൾ രാത്രിയൊക്കെ നൈറ്റ് ഷൂട്ട് ഉണ്ടായി, അത് കഴിഞ്ഞ് വന്ന് പിന്നെ അങ്ങനെ പോകുമ്പോൾ വർക്കൗട്ട് ചെയ്യില്ല. കാരണം എന്താ പറഞ്ഞാൽ നമ്മുടെ ശരീരം അതിന് എന്താ പറയേണ്ടത്, അതിന് വേണ്ടി തയ്യാറല്ല. അപ്പോൾ നമ്മൾ ചെയ്യാവുന്നത് തെറ്റാണ്. അല്ലാത്ത സമയത്ത് ചെയ്യാം. അപ്പോൾ ഇന്ന് ചെയ്തില്ല എന്ന് വിചാരിച്ചിട്ട് അധികം ആൾക്കാരും എന്താ പറയുക, ഇന്ന് ചെയ്തില്ല, ഇനിയിപ്പോൾ നാളെ, ഇനിയിപ്പോൾ തിങ്കളാഴ്ച ചെയ്യാം, ഒരു ഇട ദിവസമൊക്കെ ആയിരിക്കും. അങ്ങനെ അതില്ലാതെ അവസരം കിട്ടുന്നത് അപ്പോൾ ചെയ്തേ. എനിക്കൊന്നും ഇതിനകത്ത് വലിയ റോൾ മോഡൽ ആരെങ്കിലും ഉണ്ടോ ഈ ബോഡി ബിൽഡിങ്ങിൽ താങ്കൾക്ക് ഏതെങ്കിലും? ബോഡി ബിൽഡിങ്ങിൽ ആ കാലം മുതൽ നമ്മൾ പറഞ്ഞില്ല, ഇപ്പം ഇന്നിപ്പോൾ നമ്മളിപ്പോൾ ഈ ജിമ്മൊക്കെ കണ്ടത് ഓരോ ഭാഗവും നമ്മൾ വർക്കൗട്ട് ചെയ്യാനുള്ള ഓരോ മെഷീനറീസ് കാര്യം. അന്ന് ഇതൊന്നുമില്ല, ബേസിക് സാധനങ്ങൾ മാത്രം. അതായത് പിന്നെ ഒരു ബെഞ്ച് പ്രസ് ചെയ്യാനുള്ള അത് സ്ക്വാട്ട് ചെയ്യാൻ തോളിൽ വെയിറ്റ് വെച്ചിട്ട് ഇരുന്നിരിക്കുക. കാലിന് വർക്കൗട്ട് ചെയ്യാൻ വേറെ സംഭവമൊന്നുമില്ല. അതുപോലെ നമ്മൾ ചിലപ്പം വെയിറ്റ് മതിയാകാതെ വരുമ്പോൾ നമ്മൾ കൂടെ പ്രാക്ടീസ് ചെയ്യുന്ന ആൾക്കാരെ തോളിലിരുത്തിട്ട് ചെയ്യും. അതുപോലെ കാഫിന് ലെഗ് റൈസ് ചെയ്യുന്ന സമയത്ത് അത് ചെയ്യും. അങ്ങനെയുള്ള പല എക്സസൈസും. ഞാൻ MSPയിൽ മലപ്പുറത്ത് സ്പോർട്സ് ടീമിലായിരുന്നു. അപ്പോൾ ആ സമയത്ത് സൈഡിൽ ഒരു റൂം, ഒരു ജിം ഞാൻ സെറ്റ് ചെയ്യുക. അപ്പോൾ അതിൽ ചുരുങ്ങിയ സാധനങ്ങൾ, കുറച്ച് വെയിറ്റും അത് വെച്ച് നമ്മൾ വർക്കൗട്ട് ചെയ്യും. 84-ൽ മിസ്റ്റർ ഇന്ത്യ കിട്ടുന്ന സമയത്ത് ഞാൻ കാലത്ത് 3 മണിക്കൂറും വൈകിട്ട് 3 മണിക്കൂറും 6 മണിക്കൂർ ഡെയിലി വർക്കൗട്ടായിരുന്നു. ആ സമയത്ത് ഞാൻ അത്ലറ്റിക്സിലും ചെയ്തിരുന്നു, ഞാൻ 100 മീറ്റർ ചെയ്തിരുന്നു ഞാൻ. അപ്പം അതുപോലെ മാർഷൽ ആർട്സ്, കരാട്ടെ ബ്ലാക്ക് ബെൽറ്റ് ഞാൻ സെക്കൻഡ് ആണ്. അപ്പം കളരി ഉണ്ടായിരുന്നു. റെസ്ലിംഗ് സ്റ്റേറ്റിൽ പോലീസിൻ്റെ സ്റ്റേറ്റ് മീറ്റിൽ പങ്കെടുത്തിട്ടുണ്ട്. കബഡി കളിച്ചിട്ടുണ്ട്. അപ്പം എല്ലാ സ്പോർട്സിലെ എല്ലാവർക്കും എന്താ പറയുക, അധികം ആൾക്കാർക്കും ബോഡി ബിൽഡിങ് അല്ലെങ്കിൽ നമ്മൾ ഫിറ്റ്നസ്സിന് വേണ്ടിയിട്ടുള്ള എക്സസൈസ് അല്ലെങ്കിൽ ബോഡി ബിൽഡിങ് ചെയ്ത് കഴിഞ്ഞാൽ ഭയങ്കര സ്റ്റിഫായിരിക്കും എന്നൊക്കെ ഉള്ളൊരു ധാരണയാണ്. അത് തെറ്റാണത്. നമ്മൾ മൊബിലിറ്റി എക്സസൈസും നമ്മുടെ ഒരു ഇപ്പം ചില ആൾക്കാർ യോഗയും ബോഡി ബിൽഡിങ്ങും തമ്മിൽ കമ്പയർ ചെയ്യും. അപ്പം ഇൻറ്റേർണൽ പാർട്സിനൊന്നും ശരിക്കുള്ള വ്യായാമമില്ല എന്നുള്ള തെറ്റായ ധാരണകളുണ്ട്. പക്ഷേ അതല്ല ശരി. ഇന്നത്തെ തലമുറ പക്ഷേ ഒരുപാട് ഇതിനകത്തൊക്കെ ഒരുപാട് ശ്രദ്ധിക്കുന്ന ആളാണ്. ഇപ്പം അത് താങ്കൾക്ക് ഭയങ്കര ഒരു പ്രതീക്ഷയുള്ള താരങ്ങളായിരിക്കും. പൃഥ്വിരാജ് ചെയ്യുന്നുണ്ട്, പിന്നെ ഉണ്ണി മുകുന്ദൻ, ടോവിനൊക്കെ വളരെ സീരിയസ് ആയിട്ട് ചെയ്യുന്ന കൂട്ടത്തിൽപ്പെട്ട ആൾക്കാരാണ്. ഞങ്ങളിപ്പോൾ കഴിഞ്ഞ ഇതിന് പിന്നെ കോവിഡ് സമയത്ത് ഞാനൊരു ചാലഞ്ച് വെച്ചിട്ട് ഒരു പുഷപ്പിൻ്റെ ഒരു ഇത് ചലഞ്ച് ചെയ്തു. പുള്ളി അത് ചെയ്തു. പുള്ളി എപ്പോഴും വർക്കൗട്ടിലൊക്കെ വളരെ ശ്രദ്ധിച്ചു. പുള്ളിയുടെ അച്ഛനും നല്ല ഫിസിക്കും വർക്കൗട്ടൊക്കെ ചെയ്യുന്ന ആളാണ്. അപ്പോൾ അത് ഇതിന് വലിയൊരു പ്രചോദനം ഉണ്ട് കേട്ടോ. നമ്മൾ പാരമ്പര്യമായിട്ട് നമ്മളത് ചെയ്യുമ്പം ആൾക്കാർ, മക്കളും അതിലേക്ക് വരും. അതുപോലെ നമ്മുടെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന ആൾക്കാരും എല്ലാവരും അതിലേക്ക് തിരിയുന്നത് ആ ഫിറ്റ്നസ്സിന്. ഇപ്പോൾ ഉദാഹരണത്തിന് പോയി കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മൾ ഷൂട്ടിങ്ങിന് പോയി കഴിഞ്ഞാൽ മമ്മൂക്കാൻ്റെ ലൊക്കേഷനിൽ പോകുമ്പോൾ അധികം ആൾക്കാർക്കും വയറ് ചാടിയുള്ള ആൾക്കാരാണെന്ന് പേടിയാണ്. മമ്മൂക്കാണ്ടാക്കുന്നേ പറയും. കാരണം പുള്ളി അത് മെയിൻ ചെയ്യുന്ന, പുള്ളി കണ്ടു കഴിഞ്ഞാൽ തുറന്ന് പറയും ചെയ്യും, വയറ് തുറക്കണം എന്നുള്ളത് പറയും. അപ്പോൾ ആ ഒരു ഇത് നമ്മൾ ഉണ്ടാക്കി വെക്കുന്നത് ഏറ്റവും നല്ലതാണ്. നമുക്ക് കണ്ടിട്ട് എന്തെങ്കിലും പറയാറുണ്ടോ? അബുസലീമിനെ കണ്ടിട്ട് ഒരുപാട് ഞങ്ങൾ സംസാരിക്കാറുണ്ട്. കാരണം വർക്കൗട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ കുറേ ഞാൻ അങ്ങോട്ട് പറയും. പക്ഷേ ഫുഡിൻ്റെ കാര്യത്തിലൊക്കെ പുള്ളിയാണ് നമുക്ക് അഡ്വൈസ് ചെയ്യുന്നത്. കാരണം ഇന്നത് കഴിക്കുക, ഇന്ന രൂപത്തിൽ നമുക്ക് നിർത്താൻ പറ്റും, ചെയ്യാൻ പറ്റും എന്നുള്ളതൊക്കെ ഓരോ കാര്യങ്ങളും, ഓരോ ടിപ്സുകളും പുള്ളി നമുക്ക് പറഞ്ഞു തരും, നമ്മൾ അങ്ങോട്ടും പറയും. എന്താണ് അദ്ദേഹം പറഞ്ഞ വലിയ രസമുള്ള ടിപ്സ്? എന്താണ്? ഭക്ഷണത്തിൻ്റെ രീതിയിൽ തന്നെയാണ് അതിൻ്റെ വലിയ കാര്യം. അപ്പോൾ ആദ്യമൊക്കെ ഞാൻ നന്നായിട്ട് ഭക്ഷണം കഴിക്കുമായിരുന്നു. അപ്പം പുള്ളി പറയും ചെയ്യും, എനിക്ക് ഇയാളെ കണ്ടു കഴിഞ്ഞാൽ അസൂയാണ്. കാരണം ഭക്ഷണം കഴിക്കുന്നത് എല്ലാം ചോറിൻ്റെയൊന്നും ബീഫും കഴിക്കുമല്ല, ഭയങ്കരമായിട്ട് കഴിക്കും, ഒരു പ്രശ്നവുമില്ല. പക്ഷെ ഇപ്പോഴൊക്കെ ഞാൻ പിന്നെ അത് കൺട്രോളായി. നമ്മളൊരു പ്രായം വരുമ്പോൾ നമുക്കത് മറ്റേത് അത്രയും വർക്കൗട്ട് ചെയ്തിട്ട് അത് ബേൺ ചെയ്യണം. അപ്പോൾ അത് പറ്റാത്ത സാഹചര്യം വരുമ്പോൾ നമ്മൾ ഭക്ഷണം കൺട്രോൾ ചെയ്ത് 60% നമ്മുടെ ഫുഡിലാണ് കിടക്കുന്നത്. 40% നമ്മൾ വർക്കൗട്ടിൻ്റെ കാര്യത്തിലുള്ളൂ, മെയിൻ്റനൻസിന്. നേരെ കുറിച്ച് പിന്നെ മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നതിന് അത് മതി. പക്ഷേ ബിൽഡ് ചെയ്യുന്ന ആൾക്കാരൊക്കെ
വേറെ തലത്തിൽ തന്നെയാണ്. എല്ലാം വർക്കൗട്ട് അതിൻ്റെ വേറെ രൂപത്തിലാണ് അത് വരിക. ഭയങ്കര ഇഷ്ടമുള്ള ഒരാൾ അർണോൾഡ് ഷ്വാർസെനെഗറാണെന്ന് പറയുന്നത്. മലയാളത്തിൻ്റെ അർണോൾഡ് ഷ്വാർസെനെഗറാണ് ഞങ്ങളുടെ മുന്നിലിരിക്കുന്നത്. അപ്പോൾ അത്തരത്തിൽ അദ്ദേഹത്തോടുള്ള ഒരു ഇഷ്ടം തോന്നുന്നപ്പോഴാണ് പറഞ്ഞ കൂട്ടത്തിൽ ഫിറ്റ്നസിൻ്റെ ഇപ്പോൾ ബാബുരാജ് നന്നായിട്ട് ഫിറ്റ്നസ് ചെയ്യുന്ന ആളാണ്. ആ ബാബുരാജ് പണ്ട് പവർ ലിഫ്റ്ററായിരുന്നു. അതെ അതെ. പിന്നീട് ബോഡി ബിൽഡിംഗ് മത്സരത്തിലൊന്നും പുള്ളി പങ്കെടുത്തില്ല. പക്ഷേ ആ സമയത്തൊക്കെ ഞാൻ ബാബുരാജും കൂടി സംസാരിക്കുന്ന സമയത്ത് ഞാൻ പറയും, ഞാൻ ആർണോൾഡിനെ ആരാധിച്ചുകൊണ്ട് ആർണോൾഡാണ് ഞാൻ വരുന്നത് എന്ന് പറയും. അപ്പം പിന്നെ അതുപോലെ ബാബുരാജ് പല ഇത് പറയുമ്പോൾ എൻ്റെ അടുത്ത് പറയും, നമ്മൾ ദേശീയ അവാർഡ് കിട്ടിയിട്ട് ഞാൻ നിങ്ങളെ പുകഴ്ത്തി പറയുന്നത് എന്ന് പറഞ്ഞിട്ട് മൈക്ക് വെച്ച് പ്രസംഗിക്കുന്ന കാര്യം അവൻ പ്രസംഗിക്കും. അത് കഴിഞ്ഞ് പിന്നെ ഞാൻ അവനെ പുകഴ്ത്തും. കൂടുതലും നമുക്ക് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫിറ്റ്നസ്സുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആൾക്കാരാണ് കൂടുതലും വരിക. അല്ലാതെ ഇപ്പം ദേവേട്ടന്, അതുപോലെ പിന്നെ ദേവേട്ടനൊക്കെ അദ്ദേഹത്തിൻ്റെ പ്രായത്തിനെ അപേക്ഷിച്ച് ഒരുപാട് എന്താ പറയേണ്ടത് ശരീരം നോക്കുന്നതും അദ്ദേഹം പഴയ കളരി അഭ്യാസിയൊക്കെയാണ്. പിന്നെ വിജയരാഘവൻ, അവരൊക്കെ പിന്നെ എന്താ പറയേണ്ടത് ആരോഗ്യപരമായ കാര്യത്തിൽ വളരെയധികം സംസാരിക്കുമ്പോൾ അത് നിലനിർത്തിക്കൊണ്ടു പോകുന്ന ആൾക്കാരാണ്. പിന്നെ ജഗദീഷേട്ടനൊക്കെ നല്ല പ്രായം ഉണ്ടെങ്കിലും ഇപ്പോഴും ചെറുപ്പമായിട്ട് തോന്നുന്നു അയാളെ കൃത്യമായ ജീവിതചര്യയാണ് അതിനെ നിർത്തിക്കൊണ്ടുപോകുന്നത്. അർണോൾഡാണ് ഒരു റോൾ മോഡൽ. അദ്ദേഹത്തിൻ്റെ എഡ്യൂക്കേഷൻ ഓഫ് ബോഡി ബിൽഡിംഗ് എന്ന് പറഞ്ഞ എൻസൈക്ലോപീഡിയ എന്ന് പറഞ്ഞൊരു ബുക്ക് ഉണ്ടായിരുന്നു. അത് നോക്കിയിട്ടാണ് ഞാൻ കുറേ വർക്കൗട്ടും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ഡയറ്റും കാര്യങ്ങളൊക്കെ അതിനനുസരിച്ചാണ് ചെയ്തിരുന്നത്. പിന്നെ അത് ഞാൻ പറഞ്ഞില്ലേ, ഇപ്പം ഈ ഫുട്ബോളിൽ മെസ്സി, പിന്നെ മറഡോണ, പെലെ, അങ്ങനെയുള്ള കുറച്ച് എന്താ പറയേണ്ടത് ഇതിഹാസ താരങ്ങൾ ഉണ്ടായ മാതിരി ബോഡി ബിൽഡിങ്ങിൽ ഇതിഹാസ താരം എന്ന് പറയുന്നത് ആർണോൾഡ് തന്നെയാണ്. മിസ്റ്റർ ഒളിമ്പ്യ അതാണ് ലോകത്തിലെ ഏറ്റവും വലിയ മത്സരം. അത് മാക്സിമം എല്ലാ രാജ്യത്തു നിന്നും കൂടി 10-25 പേരേ ഉണ്ടാവുള്ളൂ. സെലക്ട് ചെയ്തിട്ട് ഒരു ഇത് കോമ്പറ്റീഷൻ കഴിഞ്ഞിട്ട് സെലക്ട് ചെയ്ത് അതിൽ കോമ്പറ്റ് ചെയ്ത് 7 പ്രാവശ്യം മേടിച്ച് തുടർച്ചയല്ല 6 പ്രാവശ്യം അടിച്ചു കഴിഞ്ഞിട്ട് പുള്ളി കൊനാൻ ദ ബാർബർ എന്നുള്ള മൂവിയിൽ അഭിനയിക്കുന്നത്. അത് കഴിഞ്ഞപ്പോൾ പറഞ്ഞ ആർണോൾഡിന് ഇനി തിരിച്ചു വരാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞപ്പോൾ അപ്പോൾ പുള്ളിക്ക് പിന്നെ വാശി. പുള്ളി അതിൽ 2ാമത് വർക്കൗട്ട് ഇതായിട്ട് 7ാമത്തെ പ്രാവശ്യം മിസ്റ്റർ ഒളിമ്പ്യ അടിച്ചു. അങ്ങനെ ഗിന്നസ് ബുക്കിൽ പേര് വന്നത്. കാണാണ്ടായ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൂവിയുടെ ഓഡിയോ ലോഞ്ച് ചെന്നൈയിൽ നടക്കുകയാണ്. 10 വർഷം കഴിഞ്ഞു. അപ്പം എനിക്ക് തോന്നുന്നു ഇപ്പോഴും താങ്കളുടെ പ്രൊഫൈൽ ഫോട്ടോ അതാണ്. അത് മാറിയിട്ടില്ല. അപ്പോൾ വിക്രമിനെ അറിയാം, ഞാൻ ഈ കടുത്ത ആരാധനയാണ്, ആർണോൾഡിൻ്റെ ഫാനാണ്. ഇപ്പോൾ വിക്രമിനൊക്കെ ഞാൻ ഒരുപാട് ടിപ്സും കാര്യങ്ങളും പറഞ്ഞു കൊടുക്കലും വർക്കൗട്ടിനെ പറ്റി ഞങ്ങൾ ഒരുമിച്ച് വർക്കൗട്ട് ചെയ്യലും അങ്ങനെയുള്ള നല്ല ബന്ധമാണ്. ഇയർലി ഒരു പ്രാവശ്യം വയനാട് വരും, ഫാമിലിയായിട്ട് വരും, ഒരു 1 വീക്ക് അവിടെ നിൽക്കാറുണ്ട്. എല്ലാ വർഷവും. ഇപ്പോൾ ഒരു 3-4 വർഷം കോവിഡിന് ശേഷം വന്നിട്ടില്ല. അപ്പം അങ്ങനെയുള്ളൊരു ബന്ധമുണ്ട്. അപ്പം വിക്രം എൻ്റെ അടുത്ത് പറഞ്ഞു ഇങ്ങനെ ടിപ്സ് കൊടുക്കാറുണ്ട്. അദ്ദേഹം നല്ല ബോഡി നല്ല പിന്നെ പുള്ളി പിന്നെ ബോഡി ബിൽഡർ മാത്രമല്ല, ബോഡി കൂട്ടാനും കുറക്കാനും ഇതിനൊക്കെ ഭയങ്കര കഴിവുള്ള ആളാണ്. കമൽഹാസനെ കൊണ്ട് പറഞ്ഞ മാതിരി തന്നെയാണ് പുള്ളി. അപ്പം ശരീരം കൊണ്ട് തൂക്കം കൂട്ടും, ആ ഐക്യമൊക്കെ വേണ്ടി കുറച്ച് അത് പിന്നെ ചിലത് അങ്ങനെ ചെയ്യുന്നത് ദോഷമുണ്ട്, ഇല്ല എന്നല്ല പറയുന്നത്. പക്ഷെ അതിനൊക്കെ എന്താ പറയേണ്ടത്, പിന്നെ സഹിച്ചുകൊണ്ട് തന്നെ അവർ അങ്ങനത്തെ ഇത് എടുക്കുന്നതെന്ന് പറഞ്ഞാൽ അത് ഇതിലോട്ടുള്ളൊരു പാഷൻ കൊണ്ടാണ്. അപ്പം വിക്രം എന്നോട് പറഞ്ഞു ഇങ്ങനെ ആർണോൾഡ് വരുന്നുണ്ട് ഓഡിയോ ലോഞ്ചിന്, അപ്പോൾ ആ ബുക്ക് വരി നമുക്ക് കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്യാം എന്ന് പറഞ്ഞു. അങ്ങനെ അവിടെ ചെല്ലുന്നു. ചെന്നൈയിൽ ചെന്നപ്പം പിന്നെ വിക്രമിൻ്റെ വൈഫാണ് ഫോൺ ചെയ്തത്. വൈഫ് പറഞ്ഞ് വിക്രം ഇങ്ങനെ പ്രാക്ടീസിന് പോയിരിക്കുകയാണ്. ഈ വിക്രമിന് ഒരു മൃഗത്തിൻ്റെ മാതിരിയുള്ളൊരു രൂപമുണ്ടല്ലോ, അതിൻ്റെ സോങ്ങാണ് അവിടെ ഡിസ്പ്ലേ ചെയ്യുന്നത്. അപ്പോൾ അതിനുള്ള പ്രാക്ടീസാണെന്ന് പറഞ്ഞു. ഞാൻ താമസിക്കുന്നത്, എനിക്ക് റൂമൊക്കെ അവിടെ പറഞ്ഞിരുന്നു. ആ റൂമിലേക്ക് പിന്നെ ഒരു പാസും കാര്യമൊക്കെ കൊടുത്തയച്ചു. ഒരു DIG അഷ്റഫ് ഉണ്ട്, നമ്മുടെ വയനാട്ടുകാരൻ, അയാൾ റെയിൽവേയിലെ DIG. അദ്ദേഹം വന്ന് ചെന്നൈയിലുള്ളത്. അദ്ദേഹത്തെ വിളിച്ചപ്പോൾ പുള്ളി ഡൽഹിയിലൊരു കോൺഫറൻസിന് പോയിരിക്കുക. അപ്പോൾ പറഞ്ഞു എന്താ ഞാൻ പറഞ്ഞു ഇങ്ങനെ ഒരു കാര്യമുണ്ട്, എനിക്കൊന്ന് അയാളെ മീറ്റ് ചെയ്യാൻ വേണ്ടിയാണ്. അത് പ്രശ്നമില്ല, ഞാൻ എൻ്റെ ഓഫീസിലെ CI വിളിച്ച് പറയാം എന്ന് പറഞ്ഞു. കുറച്ച് കഴിഞ്ഞപ്പോൾ CI വിളിച്ചു. വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഇങ്ങനെ അർണോൾഡിനെ കാണാൻ വേണ്ടിയിട്ടാണ്. അപ്പം വിക്രമിൻ്റെ വൈഫ് പറഞ്ഞു എവിടെ താമസിക്കുന്നത് എന്താണെന്നൊന്നും അറിയില്ല, വിക്രമിന് പോകാനും പറ്റിയിട്ടില്ല. വിക്രം ഇതിൻ്റെ റിഹേഴ്സലും കാര്യമായിട്ട് അങ്ങനെ ഇവിടെ പിന്നെ CI വിളിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു ഇങ്ങനെ കാണാം. അപ്പോൾ പുള്ളി പറഞ്ഞു അത് പ്രശ്നമില്ല, നമുക്ക് നാളെ രാവിലെ പോകാം, എപ്പോഴാണ് പോകേണ്ടതെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു രാവിലെ 10 മണിക്ക് ജയലളിതനെ കാണാൻ വേണ്ടിയിട്ട് CM കാണാൻ പുള്ളി പോകുന്നുണ്ട്.
അപ്പം അതിൻ്റെ മുന്നുള്ള ഒരു സമയത്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് അവിടുന്ന് കണ്ടുപോരാം. ഓക്കെ. അപ്പോൾ ഇപ്പോൾ എത്തിയിട്ടുണ്ടോ എവിടെ താമസിക്കുന്നതെന്ന് അറിയില്ല എന്ന് പറഞ്ഞു. പുള്ളി അപ്പം പോലീസിൻ്റെ പുള്ളി അന്വേഷിച്ച് പുള്ളി വിളിച്ചപ്പോൾ പറഞ്ഞു പിന്നെ എത്തിയിട്ടില്ല, രാവിലെ 3 മണിക്ക് എത്തുള്ളൂ ഫ്ലൈറ്റ്. അപ്പം ലീലാ പാലസിലാണ് താമസിക്കുന്നത്. അപ്പോൾ നമുക്ക് എത്ര മണിക്ക് പോകണമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഒരു 9-9:30 പോകാം നമുക്ക്. അങ്ങനെ ഇയാൾ രാവിലെ ഞങ്ങൾ താമസിക്കുന്നിടത്ത് വന്ന് താമസിക്കുന്നിടത്ത് പിന്നെ DIGൻ്റെ കാറിൽ, അതുകൊണ്ട് ലീലാ പാലസിലേക്ക് കയറാൻ പറ്റി. കയറി ചെന്ന് കഴിഞ്ഞപ്പോൾ ഒരു 2-3 സ്റ്റെപ്പായിട്ട് ആൾക്കാർ ഒരു ബാച്ച്, 2 ബാച്ച്, 3 ബാച്ച്, അതായത് പിന്നെ SBGക്കാർ, മറ്റേ അതിൻ്റെ അപ്പുറത്ത് അയാളുടെ ഫോഴ്സ്, പിന്നെ സ്പെഷ്യൽ ബ്രാഞ്ച്, അങ്ങനെ അപ്പം റെസ്റ്റോറൻറ്റിലേക്ക് പോയിട്ട് അതിൻ്റെ ചുറ്റും ആൾക്കാർ നിൽക്കുന്നത്. അപ്പോൾ അതിലൊരു DYSP, ഇൻ്റലിജൻസ് DYSPൻ്റെ അടുത്ത് പോയിട്ട് മറ്റേ CI പറഞ്ഞിങ്ങനെ അഷ്റഫ് സാറ് പറഞ്ഞയച്ചാണ് ഇങ്ങനെ കേരള പോലീസിലുള്ള ആളാണ് എന്ന് പറഞ്ഞു. ബോഡി ബിൽഡറാണ്, അപ്പം ഒന്ന് മീറ്റ് ചെയ്യാൻ. അയ്യോ ഭയങ്കര പിന്നെ സെക്യൂരിറ്റി സൈഡ് ഭയങ്കര സ്ട്രോങ് ആയിട്ട് അമ്മ ജയലളിതൻ്റെ നിർദ്ദേശമുണ്ട് യാതൊരു ബുദ്ധിമുട്ടുണ്ടാകരുത് എന്നുള്ള. അപ്പം അതുകൊണ്ട് ഒരു രക്ഷയില്ല, എന്താ ചെയ്യാന്ന് പറഞ്ഞു. അപ്പം പിന്നെ പറഞ്ഞ് അയാൾ ഫിലിം ആക്ടറും കൂടിയാണെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഒരാളുണ്ട് പിന്നെ സിനിമയിലുള്ള ഒരു വില്ലനൊക്കെ ആയിട്ട് അഭിനയിക്കുന്ന ഒരു വസന്തനഗർ രവി. അപ്പോൾ അവിടുന്ന് ഞാൻ ദൂരത്തുനിന്ന് കൈകൊണ്ട് കാണിച്ചപ്പോൾ ആ ചേട്ടാ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്കൊരു ഫോട്ടോ എടുക്കണം, അതിന് വേണ്ടിയാണ് വന്നത് എന്ന് പറഞ്ഞു. അപ്പോൾ രവി പറഞ്ഞ് ഞങ്ങൾ ഇന്നലെ മുതൽ കുറച്ച് വന്നത് മുതലുണ്ട്, ഭയങ്കര ടഫാണ് ആൾ, എന്താ സംഭവിക്കാമെന്ന് എനിക്കറിയില്ല. ഒരു കാര്യം ചെയ്യാം, പുള്ളി റെസ്റ്റോറൻറ്റിൽ നിന്ന് ഇറങ്ങുമ്പോൾ നമുക്ക് ഞാൻ പരിചയപ്പെടുത്താം, അപ്പോൾ ആ സമയത്ത് നിങ്ങൾ ഫോട്ടോ എടുത്താൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ അവരവിടെ നിന്ന് ഇയാൾ ഇറങ്ങാൻ നേരമായപ്പോൾ എൻ്റെ കൂടെ വന്ന് ക്യാമറയായിട്ട് നിൽക്കുന്ന അവനും ഒരാളുണ്ട്. റിസപ്ഷൻ്റെ ഭാഗത്തേക്ക് വന്നിട്ടാണ് ലിഫ്റ്റ് കയറിയിട്ട് പുള്ളിക്ക് പോകാൻ. ഞാൻ ഇവിടുന്ന് ഇങ്ങോട്ട് നോക്കി ഞാൻ സ്റ്റക്കായി ഇങ്ങനെ നിൽക്കണം. അപ്പോൾ പുള്ളി ഇങ്ങനെ വിഷ് ചെയ്ത് ഞാൻ ബാക്കോട്ട് നോക്കിയപ്പോൾ ആരുമില്ല. എൻ്റെ ഒരൊറ്റ ഓട്ടാണ് ഞാൻ മുന്നോട്ട് ഓടിപ്പോയിട്ട് സെൽഫ് ഇൻട്രൊഡ്യൂസ് ചെയ്ത് ഞാൻ. അപ്പം ഞാൻ പറഞ്ഞ ഫോർമർ മിനിസ്റ്ററാണ്, പോലീസ് ഓഫീസറാണ്, സിനി ആക്ടറാണ്. അതിനെ വിളിച്ചിട്ട് ഗുഡ് ഫിസിക് എന്ന് പറഞ്ഞത് ഞാൻ ശരിക്ക് മഞ്ജു വാര്യർ അവളുടെ അറിവില് മറ്റേ പ്രസിഡന്റിനെ കാണുമ്പോൾ വീഴുന്നില്ല. ഞാനിപ്പോൾ പോകുന്ന ഇങ്ങനെ എനിക്ക് തോന്നി. എത്രയോ കൊല്ലങ്ങളായിട്ട് ആഗ്രഹിച്ച് കിടക്കുന്നൊരു കാര്യം, അത് ആ ഫോട്ടോ കണ്ടാലേ അറിയാം. എൻ്റെ കണ്ണൊക്കെ ഇങ്ങനെ നിറഞ്ഞിട്ടുള്ള ആ ഒരു ഇമോഷണലാണ്, ഒരു വളരെ ഇമോഷണൽ ക്യാരി ചെയ്യുന്നുണ്ട്. അതെ, അതൊക്കെ സെക്യൂരിറ്റി പിടിച്ച. അപ്പോൾ ഞാൻ പറഞ്ഞു പുള്ളി സംഭവിച്ചത് നിങ്ങളെന്തിനാ. അപ്പോൾ അത് പറഞ്ഞപ്പോൾ അവർ കൊണ്ട് തന്നെ സംസാരിച്ചുകൊണ്ട് ഇങ്ങനെ വന്ന് അപ്പോൾ ഇങ്ങനെ ബോഡി ബിൽഡിങ്ങിനെ കുറിച്ച് പറഞ്ഞ കാര്യമാണ് നമ്മൾ സ്റ്റിറോയിഡ്സ് ചെയ്തിട്ടുള്ള ബോഡി ബിൽഡിങ് നമ്മൾ ഒരിക്കലും അഡ്വൈസ് ചെയ്യരുത്. പിന്നെ അപ്പോൾ ഞാൻ പിന്നെ മൂവീനെ കുറിച്ച് ചോദിച്ചു. അപ്പോൾ അന്ന് മറ്റേ ടെർമിനേറ്റർ 5ൻ്റെ ഷൂട്ടിങ് നടക്കുകയാണ്. അപ്പോൾ അതൊക്കെ പറഞ്ഞ് ലാസ്റ്റിൽ ശരി ചെയ്യുന്ന നമ്മൾ സാർ ഐ വാണ്ട് ഫോട്ടോഗ്രാഫ് ഷുവർ എന്ന് പറഞ്ഞ് പുള്ളി നിന്ന് ഫോട്ടോ. അപ്പോൾ എൻ്റെ ഫോട്ടോഗ്രാഫർ അവൻ്റെ അടുത്തൊരു SLR ക്യാമറയാണ്. അപ്പോൾ അത് വെച്ചിട്ട് എടുത്തിട്ട് പെട്ടെന്ന് ടക്കടൊക്കെ അടിക്കാൻ പറ്റില്ല. അടിച്ച് കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു ഫോട്ടോ എടുത്ത് കഴിഞ്ഞപ്പോൾ അപ്പോഴേക്ക് പുള്ളി പോവുകയും ചെയ്യും. മറ്റൊന്നും ഫോട്ടോ എടുക്കാനും പറ്റിയില്ല. അങ്ങനെയാണ് ആ അനുഭവം. അത് പിന്നെ ആ ക്യാമറ അതുപോലെ സേഫായി നാട്ടിൽ കൊണ്ടുവന്ന് ഇതെടുത്ത് കിട്ടിക്കഴിഞ്ഞപ്പോഴാണ് അപ്പോൾ അത് ജീവിതത്തിൽ ഏറ്റവും വലിയൊരു അനുഭവമായിരുന്നത്. അപ്പം ഞാൻ പറയാം, മനസ്സിൽ നമ്മൾ എന്തെങ്കിലും ഒന്ന് ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിലും നമ്മൾ അതിലേക്ക് ഫുൾ കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊരു ദിവസം സംഭവിക്കും. അത് അർണോൾഡിനെ കാണുക മാത്രമല്ല, നമ്മുടെ ജീവിതത്തിലെ നേട്ടങ്ങളും. സിനിമയിലൊക്കെ നമ്മൾ വയനാട് ജില്ലയിൽ നിന്ന് സിനിമാക്കാരെ കാണാനും ഒന്ന് തൊടാനും ആഗ്രഹിച്ചിരുന്ന ആൾ ഇന്ന് നമ്മൾ സിനിമാക്കാരുടെ കൂടെയാണ്. അവരിലൊരാളായി മാറി. അവരിൽ എന്താ പറയേണ്ടത്, അത് ഇപ്പം മലയാള സിനിമയിൽ നമുക്ക് എല്ലാവരുമായിട്ടുള്ള ബന്ധങ്ങളും ഇടപഴകാനും എല്ലാം ഉള്ള സാഹചര്യം കിട്ടി. അത് വലിയൊരു കാര്യം തന്നെയാണ്. അല്ല, നമ്മൾ ഇനി പോകുന്നത് ആ സിനിമാ ജീവിതത്തിലേക്കാണ്. തൽക്കാലം നമുക്കിവിടെ ഈ ജിമ്മിനെ കുറിച്ചുള്ള വിശേഷങ്ങൾ അവസാനിപ്പിക്കാം. പ്രേക്ഷകരോട് പറയാനുള്ളൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം തന്നെയാണ്. നമ്മുടെ ഫിറ്റ്നസ് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി വർക്കൗട്ട് ചെയ്യാൻ എല്ലാവരും മനസ്സ് കാണിക്കണം. അത് നമ്മളും നമ്മുടെ ഫാമിലിയും മക്കളും എല്ലാവരെയും അതിലേക്ക് തിരിക്കണമെന്നുള്ളത് പ്രത്യേകിച്ച് പറയുകയാണ്. അതുപോലെ ഭക്ഷണ രീതിയും
നമുക്ക് ഇഷ്ടപ്പെട്ട, പ്രത്യേകിച്ച് നമ്മൾ മലബാറുകാർ ഭക്ഷണപ്രിയരാണ്. നല്ല ഭക്ഷണം ഉണ്ടാക്കി നല്ലോണം കഴിക്കുന്ന ആൾക്കാരാണ്. ഭക്ഷണം കഴിക്കാതെ ഉള്ള ഫിറ്റ്നസ് മെയിൻറ്റെയിനിങ് പാടില്ല. ആവശ്യത്തിന് അവർ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള പോഷകങ്ങളാണെങ്കിലുള്ള ഭക്ഷണങ്ങൾ കഴിക്കണം. അത് കഴിച്ചുകൊണ്ട് വ്യായാമം ചെയ്ത് ശരീരത്തിന് ആരോഗ്യം നിലനിർത്താൻ എല്ലാവരും മുന്നോട്ട് വരണമെന്ന് അപേക്ഷിക്കുന്നു. അതെ, തീർച്ചയായിട്ടും. അത് കാരണം എന്താ പറയുക, ഞാനത് പ്രായം പറയണമെന്ന് വിചാരിച്ചതല്ല. 68 വയസ്സായി ഇപ്പോഴും ഞങ്ങളെക്കാട്ടിയൊക്കെ വളരെ വെൽ ഫിറ്റ്നസ്ഡ് ആയിട്ടുള്ള മനുഷ്യനാണ് അല്ലേ? അതെ. അപ്പോൾ അത് തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ ആ വർക്കൗട്ടിൻ്റെ അല്ലെങ്കിൽ ആ കായികപരമായിട്ട് ശ്രദ്ധിക്കണം എന്നുള്ള മനസ്സിൻ്റെയൊക്കെ ഒരു തീർച്ചപ്പെടുത്തൽ തന്നെയാണ്. അപ്പോൾ ആ മനസ്സിനാണ് ഞങ്ങളുടെ ആദ്യത്തെ നമസ്കാരം. അപ്പോൾ നമുക്ക് ഈ സംസാരം ഇനി നമ്മൾ തുടരുന്നുണ്ട്. തൽക്കാലം നമുക്ക് ഇവിടെ അവസാനിപ്പിക്കാം. ഓക്കെ. നമുക്ക് ചില സമയത്ത് നമ്മൾ വിളിച്ചു കഴിഞ്ഞാൽ ചിലപ്പം പുള്ളി തിരക്കിലായിരിക്കും, എടുക്കില്ല. അപ്പം 2-3 പ്രാവശ്യം നമ്മൾ വിളിച്ചാലും ചിലപ്പോൾ എടുക്കലുണ്ടാവും. സുഹൃബന്ധം പുള്ളി മെയിൻറ്റെയിൻ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളി അടുക്കാൻ കുറച്ച് പണിയാണ്. ആളെ ശരിക്കും മനസ്സിലാക്കിയിട്ടേ അടുക്കുള്ളൂ. അടുത്ത് കഴിഞ്ഞാലോ അതിന് വേറെ ആരെന്ത് പറഞ്ഞിട്ടും കാര്യമില്ല. അവിടെ നമുക്കായാലും ലാലേട്ടനായാലും അവരുടെയൊക്കെ ലാലേട്ടൻ്റെയൊക്കെ ഒരു ലുക്ക് മതി. ഒരു ലുക്കിൽ അതിലെല്ലാം ഉണ്ടാകുന്ന അങ്ങനത്തെ തരത്തിലുള്ള സംഭവങ്ങളുണ്ട്. രഞ്ജേട്ടന് വേറൊരു കാര്യമുണ്ട്. ഇനിയിപ്പം നമ്മളെന്ത് ബന്ധം ഉണ്ടായാലും ശരി, പുള്ളി നമുക്ക് ഒരു വേഷം തരാൻ അത് പുള്ളിയുടെ മനസ്സിൽ വന്നാൽ മാത്രമേ പുള്ളി തരുള്ളൂ. പോലീസിലാണെങ്കിൽ ഇതേപോലെ നമ്മൾ ക്യാമ്പിലൊക്കെ ട്രെയിനിങ് കഴിഞ്ഞ് ട്രെയിനിങ് കഴിഞ്ഞ് ആ ട്രെയിനിങ് ലാസ്റ്റ് പീരീഡ് പാസിംഗ് ഔട്ട് കഴിഞ്ഞ് പോകുന്ന സമയത്ത് ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ വിഷമം അനുഭവിച്ച് നമ്മൾ കരഞ്ഞിട്ടുള്ള സമയം അതായിരിക്കും. എന്നിട്ട് അത് പറഞ്ഞിട്ട് മൂപ്പർ പറയുന്നത് അവിടെ കോടതി കൊണ്ടുപോയി കാണിക്കേണ്ടതാണ്, ഒരു കേടുപാടും പറ്റാതെ ചാമിക്ക. അത് സത്യത്തിൽ പറഞ്ഞാൽ അത് കഴിഞ്ഞാൽ സ്വാമി ശരണം എന്ന് പറഞ്ഞിട്ട് ഞാൻ ഫോൺ കട്ട് ചെയ്തിട്ട് ഞാൻ എൻ്റെ ഒരു സിനിമ കണ്ടിട്ട് എൻ്റെ ഒരു സീൻ കണ്ടിട്ട് എനിക്ക് രോമാഞ്ചായി പോയി. ഇപ്പോൾ പറയുമ്പോഴും കൂടി ഉണ്ടത്.